കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ പ്രതിസന്ധികൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോ നിമിഷവും പരിപാലിക്കുന്നു, നടത്തുന്നു. ദൈവത്തിൻ്റെ വലിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യും. നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകം 36 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ചും പിന്നീട് ദൈവം അവരെ ഉദ്ധരിക്കുന്നതായ വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അവരെ പ്രവാസത്തിൽ വിട്ടതെന്നും പ്രവാസത്തിൽ മടക്കിക്കൊണ്ട് വരാനുള്ള കാരണം എന്താണ് പറഞ്ഞിട്ട് ദൈവം അവരുമായി ചെയ്യുന്ന ഒരു ഉടമ്പടി, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവരെ പ്രവാസത്തിൽ വിടാനുള്ള കാരണം ആ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ മലിനമാക്കി, വിഗ്രഹാരാധനകൾ നിമിത്തവും അവർ ദേശത്തെ മലിനമാക്കി. അതുകൊണ്ട് ദൈവം അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ചു കളഞ്ഞു. ദൈവം വീണ്ടും പ്രവാസത്തിൽ നിന്നും അവരെ കൊണ്ടുവരാനുള്ള കാരണം പറയുന്നത്, ഇവർ പ്രവാസത്തിൽ പോയി ചിതറിപ്പെട്ട് പോയപ്പോൾ ചെന്ന് പാർത്ത ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി. യഹോവയുടെ നാമം വിശുദ്ധമാണ്. നാമം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കും. ആ വിശുദ്ധമായ നാമം, അതിനെക്കുറിച്ച് പറയുന്നത് ബലമുള്ള ഗോപുരം എന്നാണ് വായിക്കുന്നത്. നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നും പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ആ ബലമുള്ള ഗോപുരം ഇസ്രായേൽ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്തു നിന്നും ആ നാമമാണ് അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ചെങ്കടൽ രണ്ടായി വിഭാഗിച്ച് മരുഭൂമിയിലൂടെ നടത്തി എതിർ വന്ന ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യിച്ച് അവരെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ചത് ആ നാമമാണ്. പാലും തേനും ഒഴുകുന്ന ആ കനാൻ നാട്ടിൽ അവിടെ പാർത്തിരുന്ന ജാതികളെ നീക്കി, സങ്കീർത്തക്കാരൻ പറയുന്ന പോലെ തടമെടുത്തു അതിനെ നട്ടു. അത് ആ ബലമുള്ള നാമമാണ്. ആ ബലമുള്ള നാമത്തിൽ ആശ്രയിച്ചാണ് അവരെ പിതാക്കന്മാർ യാത്ര ചെയ്തിരുന്നത്. ആ വിശുദ്ധമായ നാമത്തിൽ ആശ്രയിച്ചാണ് ഈ 40 വർഷം മോശ ജനത്തെ നയിച്ചതല്ല. ഈ അന്യദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഈ ബലമുള്ള നാമത്തിന് ബലമില്ല, അത് ബലഹീനമാണെന്നും ആ നാമത്തിന് ഞങ്ങളോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിവിപ്പാൻ കഴിയത്തില്ല എന്നുള്ളതായ തെറ്റായ ഒരു ചിന്താഗതി അവർ ചെന്ന് പാർത്ത ജാതികളുടെ ഇടയിൽ അവർ പരത്തി. അങ്ങനെ യഹോവയുടെ നാമം ബലഹീനമാണ് എന്നൊരു ചിന്താഗതി ആ ദേശങ്ങളിൽ മൊത്തം ഉണ്ടായി. അതുകൊണ്ട് യഹോവയായ ദൈവം ചിന്തിച്ചു, ഈ വിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കിയത് കൊണ്ട് ഈ ജാതികളുടെ ഇടയിൽ ഈ വിശുദ്ധ നാമ നിമിത്തം ഇവരെ ഇവിടുന്ന് തിരികെ കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഈ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. ജാതികൾ കാണുക, ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ
ഞാൻ യഹോവയാണെന്ന് അവർ അറിയും. അങ്ങനെയാണ് പ്രവാസത്തിൽ നിന്നും അവരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. അതാണ് യഹോവയായ ദൈവത്തിന്റെ ശക്തി ഒരു ലോക്കൽ ഏരിയയിൽ മാത്രമല്ല എന്നും, ലോകത്തിലെ എല്ലായിടത്തും ആ അദൃശ്യമാകുന്ന ദൈവശക്തിയുടെ പരമാധികാരത്തെയാണ് അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും അവരുമായി ചെയ്ത ഉടമ്പടിയാണ്. ഉടമ്പടിയുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ അവരുടെ മേൽ ശുദ്ധജലം, നിർമ്മല ജലം തളിക്കും. ഇത് പഴയ നിയമത്തിൽ മോശയുടെ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത പ്രമാണത്തിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി ആ വെള്ളം ഉപയോഗിച്ചതായിട്ടും ഉപയോഗിക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ നിർമ്മല ജലം എന്ന പ്രതീകാത്മകമായി ഒരു മെറ്റാഫറായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ വിശുദ്ധീകരിക്കും, ഞാൻ നിർമ്മല ജലം തളിച്ച് അവരെ ശുദ്ധീകരിക്കും. ഇത് അവരുമായി ചെയ്ത ഉടമ്പടിയാണ്. ഒന്നാമത്തെ ഉടമ്പടിയാണ് അവരെ ശുദ്ധീകരിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശുദ്ധീകരണത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആ പുതിയ ഉടമ്പടി, ആ നിർമ്മല ജലം തളിച്ച് ശുദ്ധീകരിക്കുന്ന ആ ഉടമ്പടി പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ ചൊരിയപ്പെടുന്ന രക്തം, അവിടെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അതൊരു വെള്ളം പ്രതീകാത്മകമായി പറയുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുമ്പോൾ യേശുവിന്റെ രക്തം, ആ രക്തത്തിലൂടെയാണ് ജനത്തിന് ലഭിക്കുന്ന ശുദ്ധീകരണമെന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മെ ചൂണ്ടിക്കാണിക്കും. പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. മറ്റൊന്ന് യോഹന്നാൻ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ മാത്രമേ ശുദ്ധീകരണം ഉണ്ടാകത്തുള്ളൂ എന്ന് വ്യക്തമായി കാണാൻ കഴിയും. അപ്പൊ ഒരുവന്റെ പാപം, അവന്റെ മലിനത, അവന്റെ അശുദ്ധി അവനെ വിട്ടു മാറുന്നത് നിർമ്മല ജലം അവന്റെ മേൽ തളിക്കുമ്പോൾ, അഥവാ ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു രക്തത്താൽ തളിക്കപ്പെടുമ്പോൾ മാത്രമേ ആ വ്യക്തി ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ലോകത്തിലുള്ള ഒരു മാധ്യമങ്ങളിലൂടെയും ഒരു പദാർത്ഥങ്ങളിലൂടെയോ ഏതെങ്കിലും വിധത്തിലോ ഒരു വ്യക്തിയുടെയും പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല, മോചിക്കപ്പെടുന്നില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നുള്ളൂ എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, അവർക്ക് ഒരു പുതിയ ഹൃദയം നൽകുന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് 26 മുതൽ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചേ. 36, 26, 27 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും,
ഈ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ആ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി ആ മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ആ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ആ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ആ നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഓക്കെ. ഇവിടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഉടമ്പടി അവർക്കൊരു പുതിയ ഹൃദയം നൽകും. ആ പുതിയ ഹൃദയം എന്ന് പറയുമ്പോൾ അവിടെ ഹൃദയം വളരെ കാഠിന്യമുള്ള ഹൃദയമായി. ഇവിടെ വായിക്കുന്ന കല്ലായ ഹൃദയം എന്ന് വായിക്കുന്നത്. വേദപുസ്തകത്തിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല ഭാഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മത്സരമുള്ള ഗ്രഹം, മത്സരിക്കുന്ന ഹൃദയം. ചില ഭാഗത്ത് വായിക്കുന്ന അവിശ്വസിക്കുന്ന ഹൃദയം, ചില ഭാഗത്ത് വായിക്കുന്നുണ്ട് കാഠിന്യമുള്ള ഹൃദയം, ചില ഭാഗത്ത് വായിക്കുന്നു ഹൃദയം കൊണ്ട് ദൂരത്ത്, ദൈവത്തെ വിട്ട് ദൂരത്ത് യാത്ര ചെയ്യുന്ന ഹൃദയം. കല്ലായുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നോ ദൈവദാനങ്ങളിൽ നിന്നോ ദൈവം പകരുന്ന ആത്മാവിൽ നിന്നോ ഒന്നും സ്വീകരിക്കാത്ത, പാപത്തിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട, കഠിനപ്പെട്ട, ശാഠ്യമുള്ള, വിവേകശൂന്യമായ, അചഞ്ചലമായ ഹൃദയത്തെയാണ് കല്ലായ ഹൃദയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവവചനത്തിലൂടെയോ പരിശുദ്ധാത്മാവിലൂടെയോ ദൈവം നൽകുന്ന ദാനങ്ങളിലൂടെയോ ഒന്നും ലഭിക്കാതെ പാപത്തിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് കിടക്കുന്ന, തന്നിമിത്തം ഹൃദയം കഠിനമായിരിക്കുന്ന, ശാഠ്യമുള്ള, വേദപുസ്തക ഭാഗത്ത് പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ, ശാഠ്യമുള്ള ജനം, മത്സരിക്കുന്ന ഗ്രഹം, കഠിനമുള്ള ഹൃദയം, വിവേകശൂന്യമായ ഹൃദയം. എന്തെല്ലാം സംഭവിച്ചാലും അതിൽ നിന്ന് ഒരു വിധത്തിലും മാറ്റം വരാൻ ആഗ്രഹിക്കാത്ത ഹൃദയം. ഇതാണ് കല്ലായ ഹൃദയം എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ആ കല്ലായുള്ള ഹൃദയം മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം നൽകും എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് കൊടുക്കാൻ പോകുന്ന ദാനം, പുതിയ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യുന്ന ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരാത്മീയ പരിവർത്തനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മാറ്റം, ഒരു ചേഞ്ചസ്. ദൈവിക വചനത്തിലൂടെയും ദൈവിക ദാനങ്ങളുടെയും ആത്മാവിലൂടെയും കാര്യങ്ങൾ സ്വീകരിച്ച് മാംസമാകുന്ന എന്ന് പറഞ്ഞാൽ അനുദപിക്കാൻ കഴിയുന്ന, മത്സരിക്കാതെ കീഴ്പ്പെടുന്ന ഹൃദയം, ദുശാഠ്യമില്ലാതെ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഹൃദയം, വിവേകമുള്ള ഹൃദയം, ദൈവിക വചനത്തിന് മുമ്പാകെയും ദൈവിക സാന്നിധ്യത്തിന് മുമ്പാകെയും ദൈവിക പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്ന് തകരുവാൻ, നുറുങ്ങപ്പെടുവാൻ തയ്യാറായി നിൽക്കുന്ന ഹൃദയം. അതാണ് മാംസമാകുന്ന ഹൃദയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു ആത്മീയ പരിവർത്തനം, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു ചട്ടത്തിന്റെയോ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിയുന്ന ഒരു മാറ്റമല്ല.
അവന്റെ അകത്തു നിന്നും ഉണ്ടാകുന്നൊരു മാറ്റം. അതാണ് ഇവിടെ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയ ഹൃദയം എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുന്ന അകത്തു നിന്നാണ്. കഴിഞ്ഞ ആഴ്ച ആ ഭാഗം വിശദീകരിച്ചാണ്. ഒരിക്കലും പുറത്തു നിന്നല്ല. അകത്ത് ഉണ്ടായ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കും പുറത്തുണ്ടാകുന്ന ബാഹ്യപ്രകടനങ്ങൾ എന്ന് പറയുന്നത്. ഇനി പുതിയ ഹൃദയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. അവൻ പുതിയ ഹൃദയം എന്ന് പറയുന്ന ഒരു പുതുജനനത്തെ കാണിക്കുന്ന, ഒരു വീണ്ടും ജനനത്തെ കാണിക്കും. ബോൺ അഗെയിൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ദൈവം ക്ഷമിക്കുന്നവർ, ദൈവത്തിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക്, അവർക്ക് ദൈവം ഒരു പുതിയ ഹൃദയം നൽകുന്നു. ആ വ്യക്തി ഒരു പുതിയ വ്യക്തിയായി മാറുന്നു. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. ലൂക്ക് ചാപ്റ്റർ 19 verse 5 to 8 ഒന്ന് വായിക്കട്ടെ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ട് കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നോക്കണം, ആ സക്കായിക്കുണ്ടായ ഒരു രൂപാന്തരം. അവനൊരു ടാക്സ് കളക്ടറാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ടാക്സ് കളക്ടർ. ആരെ കണ്ടാലും പിടിച്ചു പറിച്ചെടുക്കുന്ന, കരം പിടിച്ചെടുക്കുന്ന ആളുകൾ. ഈ കാലഘട്ടത്തിലും ഉണ്ടല്ലോ ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇൻകം ടാക്സ് ഓഫീസറും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിൽ പിടിച്ചു പറിച്ചെടുക്കും. എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്തെ ഉള്ള കല്ലായുള്ള ഹൃദയം അതങ്ങ് മാംസമാകുന്ന ഹൃദയമായി മാറിയപ്പോൾ, ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ പരിശുദ്ധാത്മാവിനാൽ, ദൈവിക ദാനത്താൽ അവൻ വിളിച്ചു പറയാൻ തുടങ്ങി, ഞാൻ ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മടക്കി കൊടുത്തുകൊള്ളാം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റായ മാർഗത്തിലൂടെ സ്വരൂപിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം. അങ്ങനെ ഉണ്ടായ മാറ്റം, അതാണ് കല്ലായ ഹൃദയവും മാംസമാകുന്ന ഹൃദയവും തമ്മിൽ വ്യത്യാസം. അവിടെയാണ് യേശുവിനെ കൈക്കൊള്ളും തൊട്ട് മുമ്പുള്ള അവന്റെ ഹൃദയം, യേശുവിനെ കൈക്കൊണ്ടതിന് ശേഷമുള്ള അവന്റെ ഹൃദയം. മുൻപുള്ളത് കല്ലായ ഹൃദയം, പിടിച്ചു പറിക്കണം.
യേശുവിനെ കൈക്കൊണ്ട ശേഷം ആ ഹൃദയം ഒരു മാംസമാകുന്ന ഹൃദയമായി മാറി. അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവനാള് മാറി, സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു. അതാണ് മാംസമാകുന്ന ഹൃദയം പുതിയ ഹൃദയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പുതിയ സ്വഭാവം. ആ സ്വഭാവം എല്ലാം, പഴയ സ്വഭാവം എല്ലാം മാറി ആളൊരു പുതിയ വ്യക്തിയായി മാറും. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 21 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ചു. Ephesians chapter 4 verse 21 to 24. അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അതാണോ പാസ്റ്ററെ? 4:21 തൊട്ട്. അതെ അതെ അതെ. അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. നോക്കണം, ഇവിടെ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുമ്പത്തെ നടപ്പനുസരിച്ച് ചതിമോഹങ്ങളാൽ, പാപത്തിന്റെ ചതിയാൽ വഞ്ചിക്കപ്പെട്ടവർ, കാഠിന്യമുള്ളവർ, ശാഠ്യമുള്ളവർ, വിവേകമില്ലാത്തവർ, ഈ നിലയിൽ ജീവിച്ച പഴയ മനുഷ്യൻ, അതാണ് പഴയ ഹൃദയം എന്ന് പറയുന്നത്. ആ മനുഷ്യനെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾക്കൊരു പുതുക്കം പ്രാപിച്ചിട്ട് നിങ്ങളൊരു പുതു മനുഷ്യനെ ധരിക്കുന്നു. പഴയ മനുഷ്യൻ മാറി ഒരു പുതിയ മനുഷ്യനായി മാറുന്നു. ഹൃദയത്തിന്റെ അകത്തുണ്ടായ ആ മാറ്റമാണ് പുറമേ അവന്റെ സ്വഭാവത്തിലൂടെ, അവന്റെ ലൈഫ് സ്റ്റൈലിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെ, അവൻ്റെതായിരിക്കുന്ന എക്സ്പ്രഷനിലൂടെ അവൻ തെളിയിക്കുന്നു, ഞാൻ ഒരു പുതിയ മനുഷ്യനായി മാറി. പഴയ മനുഷ്യൻ ചതിമോഹങ്ങളിൽ അകപ്പെട്ടവനായിരുന്നു. പുതിയ മനുഷ്യൻ അതല്ല, അവൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അതാണ് പഴയ ഹൃദയമുള്ളവനും പുതിയ ഹൃദയനും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. പഴയ ഹൃദയമുള്ളവൻ അവൻ കാഠിന്യമുള്ളവനാണ്, മത്സരിക്കുന്നവനാണ്, അവൻ വഞ്ചനയിലും ചതിമോഹങ്ങളാലും അകപ്പെട്ടവനാണ്. എന്നാൽ പുതിയ മനുഷ്യൻ എന്ന് പറയാൻ അവൻ്റെ ഹൃദയം പുതുതായി മാറി, അത് സോഫ്റ്റായി മാറി, അവൻ ദൈവാനുരൂപമുള്ള മനുഷ്യനായി മാറുമ്പോൾ അവൻ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നു. അവിടെ വായിക്കുന്നത്, സത്യത്തിന്റെ ഫലമാകുന്ന നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇതാണ് പഴയ ഹൃദയമുള്ളതും പുതിയ ഹൃദയമുള്ളവരും. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇത് അർത്ഥമാക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്. പഴയ നിയമത്തിൽ പ്രകാരം പഴയ ഹൃദയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശാഠ്യവും മത്സരിക്കുന്നവരൊക്കെയാണ്. ദൈവം അവിടെ മേൽ രക്തം തളിച്ച് അവർക്ക് ദൈവം ഒരു പുതിയ ഹൃദയം നൽകും. അവർ സ്വഭാവത്തിന് മാറ്റം വരുത്തും. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്നെ കേൾക്കുന്നവർ നിങ്ങൾ പലരും ഈ ഒരു അനുഭവത്തിലേക്ക് വന്നവരാണെന്ന് എനിക്കറിയാം.
എന്നാൽ ആരെങ്കിലും ഇതുവരെയും ആ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ, യൂട്യൂബിൽ കേൾക്കുന്നവർ ആരെങ്കിലും ആ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ, ഇന്നും ശാഠ്യവും ഇന്നും മത്സരിക്കുകയും ഇന്നും കഠിനപ്പെട്ടിരിക്കുകയും വഞ്ചനയാലും ചതിമോഹത്തിലും മോഹങ്ങളിൽ നീ പെട്ടുകിടക്കുന്നെങ്കിൽ, ലോകമോഹങ്ങളിൽ, കൺമോഹങ്ങളിൽ, ലോകത്തിന്റെ പ്രതാപത്തിന്റെ അകത്ത് നീ കിടക്കുന്നെങ്കിൽ, നീ ഇന്നും ഒരു പഴയ മനുഷ്യനാണ്. ഇന്ന് രാത്രി ഓർത്തുക, ഞാൻ ഈ വചനത്തോട് വിളിച്ചു പറയുന്ന ദൈവത്തിന് നിന്റെ ഹൃദയത്തെ ഒന്ന് മാറ്റിയിട്ട് ഒരു സോഫ്റ്റ് ആകുന്ന ഹൃദയം നിനക്ക് തന്ന് നിന്നൊരു പുതു മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നീ ഏത് കൊടും പാപിയായിരുന്നാലും, ഏതെങ്കിലും സ്വഭാവ ദൂഷ്യത്തിൽ അകപ്പെട്ട വ്യക്തിയായിരുന്നാലും, എത്ര ശ്രമിച്ചിട്ടും നിന്നെ കൊണ്ട് മാറ്റാനോ തിരുത്താനോ ആ ഒരു നല്ല മനുഷ്യനാ ജീവിക്കാൻ കഴിയാത്ത ചതിമോഹങ്ങളാൽ നീ വഞ്ചിക്കപ്പെട്ട് കഴിയുകയാണെങ്കിൽ, ഈ ഞാൻ വിളിച്ചു പറയുന്ന കർത്താവിന് നിന്റെ ആ ഹൃദയത്തെ ഒന്ന് മാറ്റിയിട്ട് ദൈവാനുരൂപമാകുന്ന ഒരു മനുഷ്യനായി ജീവിക്കത്തക്ക നിലയിൽ ഒരു പുതിയ ഹൃദയത്തെ തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിനത് കഴിയും. അതുകൊണ്ട് നീ സക്കായിയെ പോലെ ആയിരിക്കുന്ന മണ്ഡലം വിട്ട് ഇറങ്ങി വന്നിട്ട് യഹോവയെ അവൻ ദൈവവുമായി കൈ കൊടുത്ത് ഒരു ഉടമ്പടി ബന്ധത്തിലാകുന്നെങ്കിൽ അവൻ്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെടുകയും നിനക്കൊരു പുതിയ ഹൃദയം ലഭിച്ച് നീ ഒരു പുതു മനുഷ്യനായി തീരുകയും ചെയ്യുന്നു. ഇതുവരെയും ആരെങ്കിലും ആ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ഹൃദയാംഗമായി അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ രക്ഷന്റെ പദ്ധതിയിലേക്ക്, ആ പുതിയൊരു അനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരികയും അതോടൊപ്പം തന്നെ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരു ആത്മാവിനെ, പുതിയൊരു ആത്മാവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ തരും. നമുക്കറിയാം, യഹോവയായ ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം. അത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അത് തരികയാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താണ്. അങ്ങനെ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ ഒരു ജീവിതം നയിക്കുകയും ചെയ്യും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഭാഗം 2 കൊരിന്ത്യർ ചാപ്റ്റർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. നോക്കണം, അവര് പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ വ്യക്തിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇനി റോമലേഖനം 8:9 വായിച്ച റോമൻസ് ചാപ്റ്റർ 8:9.
നിങ്ങളോ ആ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ആ ജഡസ്വഭാവമുള്ളവരല്ല, ആ. ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നോക്കണം, ക്രിസ്തുവിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നു. അത് വസിക്കുന്നില്ല എങ്കിൽ അവൻ ദൈവത്തിനുള്ളവനല്ല. അപ്പോൾ ഈ ഉടമ്പടിയിൽ 3 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, അവനെ ശുദ്ധരക്തത്താൽ തളിക്കപ്പെട്ട് വിശുദ്ധീകരിക്കുന്നു. 2, അവന് പുതിയ ഒരു ഹൃദയം കൊടുക്കുന്നു. 3, അവനിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ 3 ഉടമ്പടി ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. 1, അവനോട് ദൈവം ഇടപെട്ട് രക്തത്താൽ അവൻ തളിക്കപ്പെടുന്നു. അവന്റെ ഹൃദയത്തിനൊരു മാറ്റം വരുത്തുന്നു. അവന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. അവനിൽ പ്രത്യേകമാകുന്ന ഒരു സാന്നിധ്യം ദൈവം നൽകുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ഉം 8-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ച്. Acts chapter 1 verse 5 and 8. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ആ നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ആ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ. യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകൂ എന്ന് പറഞ്ഞു. അതിന് 4-ാമത്തെ വാക്യങ്ങൾ വായിച്ച്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, ആ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ ആ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം. ദൈവം തന്റെ സഭയ്ക്ക്, തന്റെ ജനത്തിന് ദൈവം ദാനമായി കൊടുക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അല്ലാതെ പണം കൊടുത്തോ ആരെയെങ്കിലും സ്വാധീനിച്ചോ മറ്റേതെങ്കിലും വിധത്തിൽ കിട്ടുന്ന ഒന്നല്ല. കുപ്പിക്കകത്താക്കി കൊടുക്കുന്നതല്ല ഇത്. ഇത് ദൈവം ദാനമായി കൊടുക്കുന്നതാണ്. ഏതെങ്കിലും സമുദ്രത്തിലോ ഏതെങ്കിലും ആറ്റിലോ പോയി വെള്ളം കുപ്പിക്കകത്താക്കി കൊണ്ട് കൊടുക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ആരുടെ ചെപ്പടി വിദ്യകൾ കൊണ്ട് ലഭിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദാനമാണ്, ഗിഫ്റ്റാണ്. അത് ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ കാത്തിരിക്കാൻ പറഞ്ഞു. അവർ കാത്തിരുന്നു. അവരുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു. അതാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനിയും ആ വാക്യത്തിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് 27-ാമത്തെ വാക്യം വായിച്ചു. 36-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇത് പുതിയ നിയമത്തിൽ പറഞ്ഞതല്ല. ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നു നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്റെ ചട്ടങ്ങളിൽ നടക്കുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇതിന് ആത്മീയ ചേഞ്ചസ്, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശ്വാസിയെ ദൈവത്തിന്റെ നിയമം അനുസരിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ,
ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഇതാണ് ദൈവ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം. ഇതാണ് ആ വ്യക്തിയെ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ അവന് ഉപദേശിച്ചു കൊടുക്കുന്നു. യോഹന്നാൻ സുവിശേഷം 16 അധ്യായത്തിന്റെ 13 വാക്യം വായിച്ചേ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നോക്കണം, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. നോക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അതിന്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ അവരെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ അവരെ നടക്കുമാറാക്കും. ഇത് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഇതിന്റെ പൂർത്തീകരണം ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ ഇടയിൽ, ദൈവസഭയ്ക്കകത്ത്, ദൈവജനത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവ മക്കളുടെ ഹൃദയത്തിൻ്റെ അകത്ത്, ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവം നമ്മളെ പോകേണ്ടെന്ന വഴി കാണിച്ചു തന്നു അവൻ സത്യത്തിലൂടെ നമ്മെ നടത്തുന്നത്. അതുകൊണ്ടാണ് ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട പുതിയ ഹൃദയം കിട്ടിയ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ സകല പ്രവർത്തനങ്ങളും സത്യത്തിന്റെ ആയിരിക്കും. അവന്റെ കാൽച്ചുവടുകൾ സത്യത്തിലായിരിക്കും. അവന്റെ പെരുമാറ്റങ്ങൾ സത്യത്തിലായിരിക്കും. അവന്റെ എല്ലാ ജീവിത രീതിയും സത്യത്തിലായിരിക്കും. മറ്റു ഭാഗത്ത് വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും അവൻ ബോധ്യം വരുത്തുമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണത്. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവൻ എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ അനുസരണം എന്നത് ദൈവം ഇതിനകം തന്നെ വിശ്വാസി യേശു ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയാക്കി സൃഷ്ടിക്കുന്നു. ദൈവത്തിന് സ്വന്തം പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തിയെ നിറയ്ക്കുന്നു. ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇനി നമുക്ക് 28 വാക്യത്തിലേക്ക് പോയി. 28 മുതൽ 32 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇനി ഇതുവരെ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഉടമ്പടിയിലായിരിക്കുന്ന ജനത്തിനുള്ള വാഗ്ദത്തമാണിത്.
ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ വാഗ്ദത്തം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ ഭൂമി കൊടുക്കും, അവകാശമായി കൊടുക്കും. ആ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെയും ദേശത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തം, ഭൗതിക നന്മയുടെ ഒരു വാഗ്ദത്തം. വയലുകളിൽ നിന്ന് വിളവും വർദ്ധിക്കും, വൃക്ഷങ്ങൾ കൂടുതൽ ഫലം നൽകും, ഇസ്രായേൽ മക്കൾക്ക് സമൃദ്ധിയായ ഭക്ഷണം ലഭിക്കും. നമ്മൾ ഇത് മാത്രം അവകാശമായി പ്രാർത്ഥിച്ചാൽ പോരാ. ഇത് ആർക്കുള്ളതെന്ന് ചോദിച്ചാൽ ആ ഉടമ്പടിയിൽ കീഴിലുള്ള ജനത്തിന് ലഭിക്കുന്ന വാഗ്ദത്തമാണത്. അടുത്ത വായിക്കും, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. അതൊരു വാഗ്ദത്തമാണ്. ദൈവത്തിനും അവന്റെ ജനത്തിനും ഇടയിലുള്ളതായ ഒരു പുനഃസ്ഥാപിതവും യഥാർത്ഥവുമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ വാക്യം സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലായിത്തീരും. നിങ്ങൾ എൻ്റെ ജനം, മൈ പീപ്പിൾ, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, ഞാൻ നിങ്ങളുടെ, നിങ്ങൾ പറയും മൈ ഗോഡ് എന്ന് പറയും. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന ഒരു ഉടമസ്ഥതയുടെ കീഴിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ആ ഒരു ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. പുതിയ ഉടമ്പടിയുടെ ശുദ്ധീകരണവും ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനവും ആയ പ്രവൃത്തി. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രം അറിയാമായിരുന്ന ബന്ധത്തിൻ്റെയും ആഴവും ശക്തിയും ഇവിടെ എല്ലാ ജനത്തിനും സാധ്യമാകുമെന്ന് ഇവിടെ വിളിച്ചു പറയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഒരു സർട്ടൻ ജനത്തിന് മാത്രം ആ ഉടമ്പടി അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ, അവർക്ക് മാത്രമുള്ളതായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഹോൾ പീപ്പിൾ, എല്ലാ ജനത്തിനുമായി തുറന്നു കൊടുത്തു. പഴയ നിയമത്തിൽ സർട്ടൻ പേഴ്സൺ, സർട്ടൻ കമ്മ്യൂണിറ്റി, സർട്ടൻ കൺട്രി എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സർവജനത്തിനും, സർവദേശത്തിനും, സർവ മക്കൾക്കും എന്ന് പറയുന്ന നിലയിലേക്ക് ഈ ഉടമ്പടിയുടെ വാതിൽ തുറന്നു കൊടുത്തു. അതുകൊണ്ട് ശുദ്ധീകരണം, പുതിയ ഹൃദയം, പരിശുദ്ധാത്മാവ് നിറവെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും ദൈവവാതിൽ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി അവർക്ക് മാത്രമല്ല ഞാൻ ദൈവമായിരിക്കുന്നത്, നിങ്ങളുടെയും ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ആ ഒരു സ്ഥാനത്തിലെത്തിച്ചേരുവാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിത്തീരുവാൻ നമുക്കായിത്തീരാൻ സാധിച്ചത്. ലോകത്ത് പലരും പറയും, എനിക്കാരുമില്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ലോകക്കാരൻ പറയുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ പറയും, ലോകത്തിൽ ആരുമില്ലെങ്കിലും എൻ്റെ എന്ന് പറയുവാൻ എനിക്കെൻ്റെ ദൈവമുണ്ട്. ഈ ലോകത്ത് നമുക്ക് എടുത്തു പറയുവാൻ, സ്വന്തം എന്ന് പറയാൻ പലതും കാണും. എന്നാൽ വിഷയങ്ങളുടെ മുമ്പിൽ ഇതൊന്നും കാണുകയില്ല. ഏത് സമയവും സ്വന്തം എന്ന് പറയുവാൻ ഒന്നേ ഉള്ളൂ, നഷ്ടപ്പെടാത്ത ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം. ബാക്കിയെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിയുമ്പോൾ മാറ്റമില്ലാത്ത ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് ദൈവവുമായിട്ടുള്ള ബന്ധം. ആ ഒരു ബന്ധത്തിലേക്ക് ഈ വാതിൽ തുറന്നു കൊടുത്ത് എല്ലാവർക്കും അതിനകത്ത് പ്രവേശിക്കാം. ഞാൻ വാക്കിയുടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഉടമ്പടിയിൽ നമുക്കായിത്തീരാം. ഇവിടെ പറയുന്ന വാഗ്ദത്തം നമുക്ക് അവകാശമാക്കാം.
ദൈവമായിട്ട് അടുത്ത് ചേർന്ന് നല്ലൊരു ജീവിതം നയിപ്പാൻ ദൈവത്തെ ആത്മാവ് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.